ഗസയിൽ വെടിയൊച്ചകൾ നിലച്ചു, ജനജീവിതം സാധാരണ നിലയിലേക്ക്. ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിനുള്ള സമയമാണിതെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ്. ഒടുവിൽ മരണത്തിന്റെയും നാശത്തിന്റെയും മാസങ്ങൾ അവസാനിച്ചുവെന്നും നമുക്കിനി സമാധാനപരമായി പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 15 മാസം നീണ്ടുനിന്ന യുദ്ധം വെടിനിർത്തൽ കരാറിൽ അവസാനിച്ചതോടെ തിരിച്ചെത്തിയവർ വിജയമുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന്റെയും കണ്ണീരിൽ കുതിർന്ന ആലിംഗനങ്ങളുടെയും കാഴ്ചകളാണ് എങ്ങും. എങ്കിലും തിരിച്ചു പോരുന്നവർക്ക് താമസിക്കാൻ ഒരു കെട്ടിടം പോലും ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നില്ലെന്നതാണ് അവരെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യം. അതിനു മുന്നിൽ പകച്ചിരിക്കുകയാണ് പലരും. UAEയിലും സൗദി അറേബ്യയിലും ജോലി ലഭിക്കുന്നത് എളുപ്പമേറിയ കാര്യമല്ലെന്ന് ലിങ്ക്ഡ്ഇൻ പഠന റിപ്പോർട്ട്. സർവേയിൽ പങ്കെടുത്ത UAEയിലെയും സൗദിയിലെയും 46% HR പ്രൊഫഷണലുകളും കഴിവും യോഗ്യതയുമുണ്ടെങ്കിലും ഇവിടെ ജോലി കിട്ടുന്നത് പ്രയാസകരം തന്നെയാണെന്നാണ് പറയുന്നത്. ഓരോ തസ്തികയിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിയതിനാൽ പലരും താഴ്ന്ന ശമ്പള പാക്കേജിൽ തന്നെ ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതും കഴിവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ, റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ്, മീഡിയ ബയേഴ്സ്, സസ്റ്റൈനബിലിറ്റി മാനേജർ, സെയിൽസ് ഡെവലപ്മെന്റ് പ്രതിനിധികൾ, ടാക്സ് മാനേജർ, പ്രോസസ് എഞ്ചിനീയർ, ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ഫിനാൻഷ്യൽ അഡ്വൈസർ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നിങ്ങനെയുള്ള തസ്തികകളിൽ ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ടെന്നുമാണ് കണ്ടെത്തൽ. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചാർജെടുത്തു. ക്രിപ്റ്റോ കറൻസിയിൽ വൻ വളർച്ച. കൂടുതൽ സ്ഥാപനങ്ങൾ തങ്ങളുടെ വിനിമയം ക്രിപ്റ്റോയിലേക്ക് മാറിയതിന്റെയും ക്രിപ്റ്റോ കറൻസിക്കുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുടെയും പശ്ചാത്തലത്തിൽ 2025 അവസാനത്തോടെ ക്രിപ്റ്റോ കോയിൻ മൂല്യം $150,000 സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ നിഗമനം. ഒമാനിൽ തീപിടുത്തം, 4 ഏഷ്യക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മസ്കറ്റിലെ ദ്വീപ് വിലായത്തിലാണ് തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവം നടന്നയുടനെ ഒമാൻ സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇസ്രാവൽ മിറാജ് ഒമാനിൽ ഈ മാസം 30 വ്യാഴാഴ്ച പൊതു അവധി. എല്ലാ പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്കും അവധി ബാധകമാണെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രാവൽ മിറാജിന് കുവൈറ്റിൽ 3 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പൊതു അവധിയായിരിക്കും. ഖത്തറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. മലപ്പുറം ജില്ലയിലെ തിരുനാവായ, രാങ്ങോട്ടൂർ, പള്ളിപ്പടി, ചങ്ങമ്പള്ളി, കിഴക്കുംപാട്ട് മമ്മുക്കുട്ടി ഗുരുക്കൾ പാത്തുട്ടി ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കൊല്ലം ജില്ലാ പ്രവാസി സമാജത്തിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും ഇന്ത്യൻ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജിബി ബേബി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഹമ്മദ് ഷിബിലി അധ്യക്ഷനായ യോഗത്തിൽ അംഗങ്ങൾക്ക് ഗുണകരമായ പുതിയ പ്രോജക്ട് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നജിമുദ്ദീൻ പ്രഖ്യാപിച്ചു. ജെർമിയാസ് യേശുദാസ്, സീനോ ജോൺ നെറ്റോ, മനോജ് പനാമ, അനസ് അബ്ദുൽ ഗഫൂർ, ബിന്ദു ഷിബിലി, ലിജി അൻസാർ, സൂഫി അനസ് എന്നിവർ സംസാരിച്ചു. ഓർമ്മ ബർദുബായ് മേഖല ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്റർനാഷണൽ സിറ്റി യൂണിറ്റ് ചാമ്പ്യന്മാർ. റണ്ണേഴ്സപ്പ് അൽ ഗുബൈബ യൂണിറ്റ്. വനിതാ ട്രോഫി ടീം BK. അരുണിമ സജിത്തിനെ വുമൺ ഓഫ് ദി മാച്ചായും ഷീന ഉദയ് മികച്ച ബൗളറായും പ്രജിതയെ മികച്ച ബാറ്ററായും തെരഞ്ഞെടുത്തു. ഓർമ്മ മുൻ പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, ഓർമ്മ മുൻ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, സുനിൽ ആറാട്ടുകടവ്, അഷ്റഫ് പി ചാമ്പോയിൽ, ചന്ദ്രബാബു, പ്രശാന്ത് കയ്യൂർ, സുഹറ, കബീർ അച്ചാരത്ത് എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു.